നമ്മുടെ ആരോ ഒരു ആള് പറഞ്ഞതുപോലെ നാർക്കോട്ടിക്സ് ഇസ് ഡർട്ടി ബിസിനസ്. ഈ ബിസിനസ്സിൽ ഏർപ്പെടുത്തുന്ന ആരെയും നമ്മൾ പിടിക്കും, വേറെ വഴിയില്ല. കൊച്ചിന് ഇങ്ങനെ ഒരു കൾച്ചർ അല്ലെങ്കിൽ ഇങ്ങനെ കൾച്ചറൽ ഡിനോമിനേഷൻ ഉണ്ടെങ്കിൽ അത് മാറ്റാനും നമുക്ക് ശ്രമിക്കേണ്ടി വരും. multi-pronged approach. I think all stakeholders have to come together. It's not just police. അപ്പൊ എല്ലാവരുടെ ഭാഗത്തുനിന്നും ഒരു നല്ല പോസിറ്റീവ് സ്റ്റോറീസ്. വേറെ കുറെ കാര്യങ്ങൾ കൊച്ചിന്ന് പറയുമ്പോൾ കൊച്ചിയുടെ വൈബ് ഒരു ഡിഫറെന്റ് വൈബാണ്. അപ്പൊ അത് ഡ്രഗ്സ് മാത്രം പറയേണ്ട ആവശ്യമില്ല. സോ മെനി പോസിറ്റീവ് തിങ്സ് അബൌട്ട് കൊച്ചി. ഐ തിങ്ക് ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് എവറിബഡി പുട്സ് ഇൻ ദറ്റ് എഫേർട്ട് ആൻഡ് ഹൈലൈറ്റ് what Kochi is all about. Maybe food tourism, there is so many things which can happen, right? So adakku namukku highlight it as a society. If you bring that counter narrative to this drug narrative, then we'll be able to പോസിറ്റീവ് കൾച്ചർ വരും. നമ്മൾ കേരളത്തിലെ കേസിന്റെ നമ്പർ മാത്രം വെച്ച് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ കുറേ കേസുകളുണ്ട്. പക്ഷെ കേസിൽ നിങ്ങൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അകത്ത് പോവുകയാണെങ്കിൽ പല കേസുകൾ, ഒരു 90% ഓഫ് ദ കേസസ് സ്മോൾ ക്വാണ്ടിറ്റി, ചെറിയ കഞ്ചാവ് വലിക്കുന്നു, ഈ ടൈപ്പ് ഓഫ് കേസസ് ആണ്. നമ്മൾ ബാക്കിയുള്ള സ്റ്റേറ്റ്സ് വെച്ച് നോക്കാൻ നേരത്ത് അവിടെ കേസസ് കുറവായിരിക്കും, പക്ഷേ വലിയ കേസസ് കൂടുതലായിരിക്കും.